ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഈ ഒരു ഐറ്റമാണ് പിടിപ്പായസം അഥവാ പിടിക്കറി. ഇതൊരു മലബാറിലെ പ്രത്യേക ഐറ്റമാണ്. ബാക്കി ഏരിയാസ് ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള അരി അരയ്ക്കാൻ വേണ്ടി പൊതിർത്തി വെച്ച ശേഷം നന്നായിട്ട് അരച്ചെടുക്കാം. ദെൻ ഓൾറെഡി 10-15 മിനിറ്റ് പൊതിർത്തി വെച്ച കടലപ്പരിപ്പ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്തൊന്ന് വേവിച്ചെടുക്കാം. ഇത് നമ്മൾ 2 ടേബിൾ സ്പൂൺ മാറ്റി വെച്ചതിന് ശേഷം ബാക്കി അരിയിലേക്ക് കുറച്ച് പൊടി കൂടെ ചേർത്ത് ഇതേപോലെ ഫൈനായിട്ട് നല്ല രീതിക്കൊന്ന് കുഴച്ചെടുക്കണം. ഇതേ സമയം പാകത്തിനനുസരിച്ച് ഒരു 6 ശർക്കരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഒന്ന് ലായനിയാക്കാൻ വേണ്ടി മാറ്റി ഗ്യാസിലേക്ക് വെക്കാം. ശേഷം നമ്മൾ ഓൾറെഡി കുഴച്ച് വെച്ചിരിക്കുന്ന അരിയിൽ നിന്ന് ഇതേപോലെ ചെറിയ ചെറിയ പിടിയായിട്ടാണ് ഉരുട്ടിയെടുക്കേണ്ടത്. ഈ പിടിക്കറി അല്ലെങ്കിൽ പിടിപ്പായസത്തിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു അരിയുടെ പിടിയാണ്. ഇത് മാക്സിമം ചെറുതാക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും ചെറുതാക്കാം, കാരണം അത്രയും ഭംഗിയുണ്ടാവും ചെറിയ ചെറിയ പിടിയാകുമ്പം. പക്ഷേ ഈ ഒരു സൈസ് തന്നെ നിങ്ങൾ പാകത്തിനാണ്, ഓവറായിട്ട് വലുതൊന്നുമില്ല. പക്ഷേ ഇതിലും ഭയങ്കര ചെറുതാക്കിയിട്ട് ചെയ്യുന്നവരുണ്ട്. പക്ഷെ അത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ബേർഡനായിട്ട് ഫീൽ ചെയ്യാം. സോ നമ്മുടെ പിടി, ഇതിനൊരു വലിയ തേങ്ങയുടെ 1-ാം പാല്, നമ്മൾ നേരത്തെ മാറ്റി വെച്ച അരി, ദെൻ 2-ാം പാല്, 2 പഴം ഇതേപോലെ കട്ട് ചെയ്തത്, കാർഡമം പൗഡർ, ശർക്കര ലായനി, ഇത്രയാണ് നമ്മൾക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. ദെൻ നമ്മളൊരു പാത്രം എടുത്ത് ഗ്യാസ് ഓൺ ചെയ്ത് ഇതിലേക്ക് 2-ാം പാല് ചേർക്കുക. ശേഷം ഈ 2-ാം പാല് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് കുറച്ച് ഉപ്പ് അതിൻ്റെ ഇടാൻ മറക്കരുത്, പാകം നോക്കിയിടണം. ഓൾറെഡി നമ്മൾ കടലപ്പരിപ്പിലും അരിയിലും ഉപ്പിട്ടിട്ടുണ്ട്, സോ പാകം നോക്കി മാത്രം ഉപ്പിടുക. ഇനി നന്നായിട്ട് പതച്ച് ഇതേപോലെ പൊന്തി വരുന്ന സമയത്താണ് നമ്മൾ കുറച്ച് വർഷമായിട്ട് നമ്മുടെ പിടി ഇതിലേക്ക് ഇടേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നേരത്തെ തന്നെ നമുക്ക് ഈ പിടി വേവിച്ച് വെച്ചിട്ട് ഇതിലേക്ക് ഇടുന്ന ആൾക്കാരുണ്ട്. സോ അങ്ങനെ ചെയ്യാവുന്നതാണ്. പക്ഷേ അത്രയൊന്നും മെനക്കെടേണ്ട ആവശ്യമില്ല. കുറച്ച് കുറച്ചായിട്ട് ഇതിനൊരു പാതിയായിട്ടോ 4-1 പാർട്ടീഷൻ ചെയ്ത് കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ഇടുകയാണെങ്കിലും ഇത് കലങ്ങിയൊന്നും പോവാതെ നല്ല രീതിക്ക് തന്നെ നമുക്ക് നമ്മുടെ പായസം ലഭിക്കുന്നതായിരിക്കും. സോ ഈ പിടി കംപ്ലീറ്റ് ആയിട്ട് ഇട്ടതിന് ശേഷം നമ്മൾ ഓൾറെഡി നേന്ത്രപ്പഴം 2 നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ 2 നേന്ത്രപ്പഴം നന്നായിട്ട് മുറിച്ചത് ഇതിലേക്ക്, അതായത് നമ്മുടെ ഈ ഒരു മിക്സിലേക്ക് മുഴുവനായിട്ടിടുക. ശേഷം നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുള്ള കടലപ്പരിപ്പ് കൂടെ മുഴുവനായിട്ടും ഈ പഴം ഇട്ടതിന് ശേഷം ഈ മിക്സിലേക്ക് തന്നെ ഇടുക. ദെൻ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ മധുരത്തിന് വേണ്ടിയിട്ടുള്ള ശർക്കര ലായനിയാണ്. നമ്മുടെ ഈ ശർക്കര പാനി, ഇത് നമ്മൾ ആവശ്യത്തിന് മധുരം അനുസരിച്ചിട്ടാണ് ശർക്കര എടുക്കേണ്ടത്. ഇതുകൂടെ ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഈ ഒരു കളർ ഇങ്ങനെ വൈറ്റുള്ളത് ആ ഒരു ശർക്കരൻ്റെ ബ്രൗൺ കളറിലേക്ക് അങ്ങോട്ട് ഇങ്ങനെ മാറി വരും. ഈ സമയത്ത് നമ്മൾ ഓൾറെഡി മാറ്റി വെച്ചിട്ടുള്ള അരി കലക്കിയതും ആ ഒരു ഫ്ലേവറിന് വേണ്ടി കാർഡമം പൗഡർ അഥവാ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സോ ഈ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫൈനൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ 1-ാം പാൽ, നമ്മൾ ഓൾറെഡി മാറ്റി വെച്ച 1-ാം പാൽ കൂടെ ചേർത്ത് ഒന്ന് പതച്ചതിന് ശേഷം നമ്മുടെ പായസം അങ്ങോട്ട് ഇറക്കി തണിയാൻ വെച്ചാൽ നമ്മുടെ സാധനം റെഡിയാണ്. ഈ ലൂസുള്ള ടെക്സ്ചറൊക്കെ മാറി നല്ല കട്ടിയായിട്ട് കുറുകി നല്ല രീതിക്ക് ഇതേപോലെ നമ്മുടെ പായസം വരും. സ്പൂൺ കൊണ്ട് കോരിയാണ് നമ്മളിത് കഴിക്കുക. നേരത്തെ പറഞ്ഞ പോലെ ഓൾറെഡി ഉണ്ടാക്കുന്നവരാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അല്ലാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ പോയിട്ടൊന്ന് ട്രൈ ചെയ്യുക. പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ദെൻ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബും ചെയ്യുക.